ഹായ്. സോറി, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് കൂടുതൽ ഇത് കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചൊന്ന് ഇതാവണം, നല്ല വീഡിയോസ്, നല്ല ഗുഡ് ഡ്രസ്സിങ് സ്റ്റൈല്. പലപ്പോഴും ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ എൻ്റെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, റിലാക്സ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ സൈക്ലിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോസ് ചെയ്യുന്ന എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇതിൽ കൂടുതൽ ഇതിൻ്റെ മുകളിൽ ഒരു 10 രൂപ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇനിയിപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ ഇത് ആരെങ്കിലുമൊക്കെ എൻ്റെ മക്കളോ എൻ്റെ ഒപ്പീനിയൻസൊക്കെ അറിയാനൊക്കെ ഇത് ഉപയോഗിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ അവർ ചിലപ്പോൾ കാണുമായിരിക്കാം. അവരുടെ തിരിച്ചറിവൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ചിലപ്പം എന്തായിരുന്നു അവരുടെ ഫാദറിൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അങ്കിളിൻ്റെ ഒപ്പീനിയൻ എന്തായിരുന്നു ഒക്കെ അറിയാം. അതിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റൊരു സേവിങ്സ് മാതിരി വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എമ്പുരാൻ എന്ന മൂവിയുടെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. ഇപ്പം എനിക്ക് തോന്നുന്നത് തെറ്റായിപ്പോയെന്ന്. കാരണം അതിന് ശേഷം ഞാൻ ആ സമയം കണ്ട സമയത്ത് ഞാനതിനൊരു സിനിമയായിട്ട് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ രാത്രി ആയതുകൊണ്ടും ഞാൻ കൂടുതലായിരിക്കും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസും ന്യൂസസൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. സോ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കാരണം ഒരു കമ്പാരിസണാണ് ബേസിക്കലി, ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റിൻ്റെ ഒരു കമ്പാരിസൺ. ഞാൻ ഈ വീഡിയോ ചെയ്യണതിൻ്റെ മുമ്പ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ അപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് പഴയ കാലത്ത്, അതായത് എനിക്ക് ഒരു ഈ സംഭവം ഈ സിനിമ ആസ്പദമാക്കിയ സംഭവം നടക്കുമ്പോൾ 2002 അപ്പോൾ 2002 ഉണ്ടായിട്ടുള്ള സംഭവം നമ്മൾ 2025 യൂസ് ചെയ്യാണ്. ഒരു സിനിമയുടെ ആൾക്കാർ, അതിൻ്റെ പ്രൊഡക്ഷൻ ടീംസ് അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ കൂടി തന്നെ അതിനെ ഒരു 2025 വളരെ കൊമേഴ്ഷ്യലായിട്ട് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ സോഷ്യലായിട്ട് ഒരാളെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടില്ല. അത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 2002 നമ്മൾ അന്ന് ഇപ്പോൾ ഇതേപോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് അതൊരു പക്ഷേ ഒരു ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലാവും ചർച്ച ചെയ്യപ്പെടും. ചിലപ്പോൾ നമ്മൾ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ വളരെ ചെറുപ്പമായിരിക്കും, ലെസ് ദാൻ 20, മേ ബി ലൈക്ക് 15 or 16 ഏജ് ആയിരിക്കും എനിക്ക്. അപ്പോൾ ആ ഒരു സമയമാണ് നമ്മൾ ക്രിക്കറ്റ് കളി കണ്ടിട്ട് ചില ന്യൂസിൽ വായിക്കുമ്പോൾ അത് ദുഃഖകരമായൊരു വാർത്ത. അപ്പോൾ നമ്മളത് ചിലപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളിരിക്കുന്ന വല്ല വായനശാലയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചായക്കടയിൽ ഇരുന്നിട്ടോ ഒക്കെ ആവും നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ടൊക്കെ ആവും നമ്മൾ ചർച്ച ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പൊതുധാരണ അല്ലെങ്കിൽ ഒരു പൊതുവായ അഭിപ്രായമായിരിക്കും. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് ചർച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ ഓപ്പണായിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ടല്ല അന്നൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്നും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത്, എനിക്ക് സുഹൃത്തുക്കളായിട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് വളരെ ഓപ്പണായിട്ടാണ് സംസാരിക്കാറ്. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കളിക്കാൻ പോകുന്നതാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളാരാ, അല്ലെങ്കിൽ അയാളുടെ ജാതി എന്താ, അയാളുടെ കാസ്റ്റ് എന്താ, അയാളുടെ റിലീജിയൻ എന്താ, അതൊന്നും നമ്മൾ നോക്കില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പലരുടെ ഉള്ളിൽ ഇതൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളായിട്ട്. ഇപ്പോൾ നമ്മുടെ മക്കളുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, കാരണം അവരത് കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇത് പല ഘട്ടങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ തന്നെ പല രീതികളിൽ ഇത് ഇഞ്ചക്ട് ചെയ്തിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയും പറയാം. ചിലയിടത്തൊന്നും ഇതെത്തില്ല, പക്ഷേ അത് വളരെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇതെത്തില്ല. പക്ഷേ ഇത് അവരെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞു വന്നത്, ഈ എമ്പുരാൻ മൂവി ഞാൻ കാണുന്നത് ലേറ്റ് നൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഈ എമ്പുരാൻ ഡെഫിനറ്റ്ലി അത് ഒരു കമ്മ്യൂണൽ സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ മൂവി ഒരു കമ്മ്യൂണൽ സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് എങ്ങനെ ഉപയോഗിക്കും നമുക്ക് പറയാൻ പറ്റില്ല. 2002 ഈ സംഭവം നമ്മൾ 2025 ഒരു മൂവിയായിട്ട് വന്നു. അത് ഉണ്ടായിട്ടുള്ള ന്യൂസസും കാര്യങ്ങളും ഇതൊക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ട് എത്തണം. ഓരോ ആൾക്കാരുടെ കയ്യിലുള്ള മൊബൈൽ പറഞ്ഞ ഒരു ആയുധമാണ്. ആ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന രീതിയിൽ അവരുടെ ചിന്ത, അപ്പോൾ അവർ ഫ്രീ ടൈമിലൊക്കെ ഇത് ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ചിന്തിച്ചിരിക്കുന്ന സമയത്ത്
ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. പിന്നെ അപ്പം ചിലപ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുക. അത് കാരണം എന്താ വെച്ചാൽ മൈൻഡ് പ്ലെയിൻ ആയിരിക്കും ആ സമയത്ത്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ വളരെ കൃത്യത ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പോൾ സാധാരണക്കാരിൽ ഒരാളായിട്ടുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സിനിമയായിട്ടാണ് തോന്നുക വെച്ചാൽ ഇങ്ങനെയുള്ള പിന്നീട് കേൾക്കുന്ന ന്യൂസുകളും അല്ലെങ്കിൽ പല ബൈറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഓരോരുത്തരെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മൂവി എങ്ങനെ, ഇതിൻ്റെ പല ഭാഗങ്ങളും ചിലപ്പോൾ ഇപ്പോൾ അൺകട്ട് വേർഷൻ കണ്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ മൂവി ഇനി ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെടാം. അതായത് ഇനി 2050 വരെ ഈ മൂവിയുടെ ഭാഗങ്ങൾ ഇതൊരു ഹിസ്റ്ററി ആയിരുന്നു, ഇങ്ങനൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉപയോഗിക്കപ്പെടാം. സോ ഈ മൂവി ഒരിക്കലും നമ്മുടെ സോഷ്യൽ വെൽഫെയറിനെ അല്ലെങ്കിൽ സോഷ്യൽ ബാലൻസിങ്ങിനെ ശക്തിപ്പെടുത്തുന്നില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വളരെ ബുദ്ധിയും കഴിവൊക്കെ ഉള്ള ആൾക്കാർ, വളരെ ക്രിയേറ്റീവായ ആൾക്കാർ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം കാണിച്ചു വെച്ചു എന്നല്ലാതെ അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ല. കാരണം അവർക്കത് അവരെന്തോ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് റൈറ്റ് വേയിലല്ല അല്ലെങ്കിൽ എത്തിയിട്ടുള്ളത്. കാരണം ഈ മൂവി പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തോന്നും. അതുകൊണ്ട് മറ്റൊരു മതവിഭാഗം അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ ഓപ്പോസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ദൂരവ്യാപകമായിട്ട് ലോങ് ആയിട്ട് നോക്കുമ്പോൾ ഈ മൂവി ശരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. അത് എനിക്കത് കൃത്യമായിട്ട് പറയാറിയാം, പക്ഷേ അത് പറഞ്ഞ് ഇനി എങ്ങനെ അത് എടുക്കുകയെന്നറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇൻ ഫ്യൂച്ചറിൽ ഇതൊരു ക്യാൻസറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ മൂവി കാണണമെന്ന് ഞാൻ ആരോടും പറയില്ല. അല്ലെങ്കിൽ ഈ മൂവി ഓൾറെഡി അൺകട്ട് വേർഷനൊക്കെ പോയി, ഉപയോഗിക്കേണ്ട ആൾക്കാരൊക്കെ അത് ഉപയോഗിക്കും, ഉറപ്പായി ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് എങ്ങനെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ചിരിച്ചിട്ടാണ് പറയുന്നതെങ്കിലും ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടണോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സാധാരണ ജോലി ചെയ്ത് ജീവിച്ച് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കലാമൂല്യമോ എന്തോ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൂവിയാണ് ബോംബെ എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അല്ലെങ്കിൽ റോജ എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ഇപ്പോൾ ഈ മൂവിയൊക്കെ നമ്മളിപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇതിൽ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ എ.ആർ. റഹ്മാൻ സാറിനെ പോലുള്ള വലിയ ആൾക്കാരൊക്കെയാണ് ഇതിൽ സംഗീതം കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡയറക്ടർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവരൊക്കെ തന്നെ അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്നറിയോ, എല്ലാവരിലും ഉപരിയായിട്ട് സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വികാരമാണ്. സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ഗുഡ് കോസാണ്. ഇനിയൊരു 50 വർഷം കഴിഞ്ഞിട്ട് ആ മൂവി കാണുമ്പോൾ ആ മൂവിയൊന്നും ആരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അവർക്കത് ആർക്കും താല്പര്യമില്ല. അതുപോലെ ഇന്ന് എന്താ പറയുക, പശുവിൻ അകിടിൻ ചുവട്ടിലും ചോര തന്നെയാണല്ലോ കൊതുകിന് കൗതുകം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല ഗുഡ് കോസുള്ള മൂവീസ് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന അറിയില്ല. പക്ഷേ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രണയമാണ് അല്ലെങ്കിൽ സ്നേഹമാണ്. അതൊക്കെ ഈ സ്നേഹത്തെ കൊണ്ട് തോൽപ്പിച്ചിട്ടുള്ളതാണ് പലതിനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പം ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര ടെക്നോളജി വലുതായിട്ട് ഇനി എന്തൊക്കെ പിടിച്ചാലും ഇതൊക്കെ സമൂഹത്തിൽ, ഞാൻ ഇതിനു മുമ്പ് നാരായണീൻ്റെ മക്കൾ എന്ന് പറഞ്ഞ 3 ആൺമക്കൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂവീസ് കാണാതിരിക്കാം. അല്ല, വെറുതെ ഒരു മൂവിയായിട്ട് കാണുന്ന, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാർ കാണാം. അല്ല ഇതിനെ മതവികാരമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കാണാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ സമൂഹത്തിലോ നമുക്ക് അങ്ങനെ കാണാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് നിങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇത് ഉപയോഗിക്കും. ഡെഫിനറ്റായിട്ടും കുറച്ച് ആൾക്കാരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു പോർഷൻ സീനെങ്കിലും കാണിച്ചുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഇതൊക്കെ ഉപയോഗിക്കപ്പെടും. ബോംബെ എന്നൊക്കെയുള്ള മൂവി അല്ലെങ്കിൽ റോജ എന്നൊക്കെ പറയുന്ന മൂവിയിൽ നമ്മളത് ഷെയർ ചെയ്ത് കൊടുത്ത കുറേ കാര്യങ്ങളുള്ളതിൽ ആ ഒരു കാര്യങ്ങളെപ്പോലെ തന്നെ ഇതിലെ ചില ഭാഗങ്ങൾ നാളെയും ഷെയർ ചെയ്യപ്പെടും നമ്മുടേതായിട്ടുള്ള കുട്ടികളുടെ േക്കും അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചറിൽ. കാരണം നമ്മളൊക്കെ ഇപ്പോൾ തന്നെ, ഇപ്പോൾ ഞാനാണെങ്കിലും അന്നത്തെ കാലത്ത് 2002 എനിക്ക് തിരിച്ചറിവുള്ളൊരു കാലഘട്ടം തന്നെയാണ്.
ന്യൂസൊക്കെ വായിക്കുന്ന കാലഘട്ടം തന്നെയാണ്. പക്ഷേ അന്നാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനൊരു കുറേ കാര്യങ്ങൾ നമ്മൾ കടത്തി വിട്ടിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ അത്രയും സാഹചര്യങ്ങളും പ്ലാറ്റ്ഫോമുകളും ഇല്ലായിരുന്നു. സോഷ്യൽ മീഡിയ അത്രയും ശക്തമല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയ കിട്ടും. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഓരോ നെഗറ്റീവ്സ് കൊടുക്കുന്ന അവരുടേതായ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കുക ഒന്നും ചെയ്യില്ല. അവരുടേതായ ഒരു നെഗറ്റീവ് കൊടുക്കും, അവരുടെ താല്പര്യത്തിനുള്ള ഒരു നെഗറ്റീവ് കൊടുക്കും. അങ്ങനെ അത് മൈൻഡിൽ അക്യൂമുലേറ്റ് ചെയ്യും. അവസാനം ഇതൊരു ബോംബായിട്ട് പൊട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇട കൊടുക്കാതിരിക്കുക. കാരണം ഇതിനെ സിനിമയായിട്ട് കാണുക. പിന്നെ ഫ്യൂച്ചറിലുള്ള അതാ പറഞ്ഞത്, എല്ലാവരും ഒരേമാതിരി എടുക്കില്ല. അപ്പോൾ മാക്സിമം ഇത് അങ്ങനെ ഷെയറിങ് ഇല്ലാതിരിക്കുക, അതും ഒരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം അൺകട്ട് വേർഷൻസിലൊക്കെ അത് എടുത്തിട്ട് പല രീതിയിൽ ഉപയോഗിച്ച് അത് ഒരു സ്പ്ലിറ്റായി ഉപയോഗിച്ച് നമ്മുടെ ഭാവിക്ക് തന്നെയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക. കാരണം നമുക്ക് റിവഞ്ചും അതുപോലെ സോഷ്യൽ സെപ്പറേഷനൊന്നും അല്ല വേണ്ട. നമുക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർ ഡെയിലി പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മന്ത്ലി സാലറി വാങ്ങിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് സമാധാനം, സന്തോഷം, അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനുപരിയായിട്ട് ഇങ്ങനെയുള്ള പൊല്യൂട്ടഡായ കുറേ കാര്യങ്ങൾ മനസ്സിൽ കുത്തി നിറയ്ക്കാൻ ഇങ്ങനെയുള്ള മൂവീസ് ദയവായിട്ട് ഈ മോഹൻലാലും പൃഥ്വിരാജും ആന്റണി വരുമ്പോൾ അവരൊന്നും എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇതെങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്ന അവരുടെ കയ്യിലൊന്നുമല്ല കാര്യങ്ങൾ. കാരണം ഇനിയിപ്പോൾ അവർ ഇത് ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരെ ബുദ്ധിയില്ലാത്തവരൊന്നല്ലോ. അവരുടെ എക്കണോമിക്കൽ എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ ഇപ്പോൾ ഗോകുലൻ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള അവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിൻ്റെ മുകളിൽ എന്താണ് അവർക്ക് സോഷ്യലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത്? അവരെന്നെ ഈ സിനിമയിൽ കണ്ടിട്ട് അവരുടെ മക്കളും അവരുടെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? അവരൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് സാധാരണയിൽ ചിന്തിക്കുന്ന ആൾക്കാർ. അവരെന്താ ചെയ്യുക? ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഈ 50, 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 200 ഒക്കെ ടിക്കറ്റിന് കൊടുത്ത് നമ്മൾക്ക് ഇത് കാണുമ്പോൾ എത്രയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും പല റേറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് എന്താണ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, എന്താണ് അവർ പഠിക്കുന്നതെന്ന്. അപ്പോൾ ആ രീതിയിൽ ഒരു സോഷ്യലി ഇത് ചിന്തിച്ചാൽ ഈ മൂവി ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചറിലൊരു നമുക്കൊരു ബാധ്യതയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ചിന്തകൾ വരട്ടെ, നന്നായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.